ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അമരൻ എന്ന് പറഞ്ഞ പടം OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കാണുകയും ചെയ്തു. എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-8 ആയിട്ടാണ് പറയുക. എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുല്ലട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ജിഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആലിയ ഭട്ട് അഭിനയിച്ചിറങ്ങിയ പടം ഇപ്പോൾ OTT സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഇന്ന് 3/6 വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. സാധാരണ അവരുടെ പരിപാടി എന്താണോ അതേ പരിപാടി ഓവറാക്കില്. പിന്നെ റാപ്പ് 22 രാംപത്തിനേൻ്റെ 22ാമത്തെ പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ആളുടെ ഇതിലത്തെ പേര് സാഗർ എന്നുള്ളതെന്ന് അറിയിച്ചിരിക്കുകയാണ്. പിന്നെ സംക്രാന്തി വസ്തുന എന്ന് പറഞ്ഞ പടത്തിലത്തെ ബൊഡാരി ഗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 7 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ട് കണ്ടസ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഈ ബറോസിന്റെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരയ്ക്കുക, എന്നിട്ട് അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് 1 ലക്ഷം, അഥവാ മോഹൻലാലിനെ കാണാനുള്ള ഒരു ഭാഗ്യം, അങ്ങനെയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് പ്രൈസ് 50,000 റുപ്യാണ്. അതിൽ മോഹൻലാലിൻ്റെ ഓട്ടോഗ്രാഫും കിട്ടും. പിന്നെ 3ാം സ്ഥാനമായിട്ട് 25,000 റുപ്യ മാത്രം. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വരക്കറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മദ്രാസ്കാരൻ എന്നുള്ള ഷെയ്ൻ നെയ്യത്തിൻ്റെ ആദ്യത്തെ തമിഴ് പടം, അവിടുത്തെ കാതിൽ സടുകുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ 6:30 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞിടത്തിൻ്റെ പിക്ലി പോം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങി. പിന്നെ യോയോ ഹണി സിംഗ് ഫേമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം വരാൻ പോവാണ് നെറ്റ്ഫ്ലിക്സിലൂടെ. അത് ഡിസംബർ 20 എന്നുള്ള അറിയിച്ചു. പിന്നെ ഫയർ എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല ഗംഭീര പോസ്റ്ററായിട്ടാണ് തോന്നിയത്. ഫെബ്രുവരി 14 പടം റിലീസാവുന്നത്, വാലന്റൈൻസിലേക്ക്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പണി എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ 50 ഓഡിയൻ്റെ ഒരു പോസ്റ്റർ വന്നു. നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ അവിടത്തെ ബുജ്ജി തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയത്. അത് 21 മില്യൺ പ്ലസ് വ്യൂസ് ആയി എന്നുള്ള അറിയിച്ചു. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മികാന്തിനെ മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിൻ്റെ ടീസർ ഡിസംബർ 9 എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ചൈനയിൽ റിലീസിനെത്തിയിരുന്നു. അപ്പോൾ അതിലൂടെ 150 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ പടം നോർമൽ റിലീസ് ചെയ്തിട്ട് 100 കോടി അടിച്ചായിരുന്നു. ഇപ്പോൾ 150 ആയിട്ടുണ്ട്. പിന്നെ ബെല്ലറീന എന്ന് പറഞ്ഞിട്ട് അനാഡ ഹെർമേഴ്സ് അഭിനയിക്കുന്ന പടം, അവിടുത്തെ ടീച്ചർ ട്രെയിലറൊക്കെ മുന്നേ പുറത്തിറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ജോൺ വിക്കിൻ്റെ സ്പിൻ ഓഫ് ആയി വരുന്ന ആദ്യത്തെ പടമാണിത്. എന്തായാലും പോസ്റ്റർ ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ്. പിന്നെ VD14 വിജയ് ദേവരകൊണ്ടയുടെ 14ാമത്തെ പടത്തിൽ നായിക എത്താൻ പോകുന്നത് രശ്മികാന്ത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. റൂമേഴ്സാണ്, കൺഫേം ആയി കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടം, ലോകേശൻ രാജ് എടുക്കുന്ന പടമാണ്. ആ പടത്തിൽ സുന്ദീപ് വിഷയം ഓൺ ബോർഡായ രീതിയിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏകദേശം കൺഫേം ആയ രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞാൽ അവിടെ ലീക്ക് ആയിരുന്നെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. OTTയിലത്തെ ആമസോൺ പ്രൈമിലൂടെ ഡിസംബർ 8 പടം റിലീസാവുക. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്ന് പറഞ്ഞാൽ 4 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ നിർമ്മൽ സഹദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും മോഹൻലാലിനെ വെച്ചിട്ട് പടം എടുക്കാൻ പോകുന്നുണ്ട്. അത് ഒരു ഹൊറർ ത്രില്ലർ ജനറൽ വരുന്ന പടമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് 2025 ഷൂട്ട് സ്റ്റാർട്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊരു വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന പടമായിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ സൂര്യയുടെ 44ാമത്തെ പടം എന്ന് വെച്ചാൽ കാർത്തിക് സുബ്രാജ് എടുക്കുന്ന പടം, അവിടത്തിൻ്റെ ടൈറ്റിൽ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടൈറ്റിൽ പടുത്തു വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇപ്പോൾ ടൈറ്റിലായി പറഞ്ഞു കേൾക്കുന്നത് കൾട്ട് എന്നുള്ളതാണ്, CULT. അങ്ങനെയാണ് ഇപ്പോൾ റൂമറായി കേൾക്കുന്നത്. അതാവാൻ ചാൻസ് ഉണ്ട്, അതാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും പടം ഗംഭീരം എന്നുള്ളതിനാണ് എൻ്റെ പ്രതീക്ഷ. കാർത്തിക് സുബ്രാജ് കാരണം. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞാൽ കുറേ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് ടോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടോപ്പ് ആവാത്ത സ്ഥലങ്ങൾ നോക്കാം. ഫസ്റ്റ് ഡേയിൽ അതൊന്ന് UK-ലാണ്. UK-ൽ 484K ആണ് ആയിട്ടുള്ള കളക്ഷൻ. ലീവാണ് ഫസ്റ്റിൽ നിൽക്കുന്നത് 576K ആയിട്ട്. അപ്പോൾ 2ാം സ്ഥാനമാണ് പുഷ്പക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ സൗദി അറേബ്യൻ, അതിലും ലീവാണ് ഫസ്റ്റ് നിൽക്കുന്നത് 340K ആയിട്ട്. ജവാനാണ് 2ാം സ്ഥാനത്ത് 325K ആയിട്ട്. പട്ടാനാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് 267K ആയിട്ട്. 4ാം സ്ഥാനത്താണ് പുഷ്പ എടുക്കുന്നത് 202K ആയിട്ട്. പിന്നെ തമിഴ്നാട്ടിൽ 11 കോടിയാണ് ഓപ്പണിംഗ് കിട്ടിയിട്ടുള്ളത്. നോർമലി വെച്ച് നോക്കുമ്പോൾ വലിയ കളക്ഷൻ ഒന്നുമല്ല, പക്ഷെ എന്നാലും നല്ല ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഡബ്ബ് പടത്തിന്. പിന്നെ ഹിന്ദിയിൽ എല്ലാ റെക്കോർഡും തകർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ജവാനായിരുന്നു ഏറ്റവും ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കളക്ഷൻ വിട്ടിച്ചിട്ട് പുഷ്പ 2 അതിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഓർഡറിൽ നോക്കുകയാണെങ്കിൽ പുഷ്പ 2 ആണ് ഫസ്റ്റ്, സെക്കൻഡ് ജവാന്, തേർഡ് പട്ടാന്, 4th സ്ത്രീ 2, 5th KGF ചാപ്റ്റർ 2, പിന്നെ 6th എനിമലി, 7th വാർ. അത്ര മതി. എന്തായാലും 72 കോടിയാണ് ഹിന്ദിയിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളതെന്നാണ് ഒരു ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള പോസ്റ്ററിൽ കാണിക്കുന്നത്. ഏകദേശം ആ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 2024 ഫസ്റ്റ് ആയിട്ടുണ്ട് 6.35 കോടിയായിട്ട്. 2ാം സ്ഥാനത്ത് ടർബോയാണ് 6.15 കോടിയായിട്ട്. അതിൻ്റെ കളക്ഷൻ വെട്ടിക്കാതെ നടന്നിരുന്നത് ഞാൻ മുന്നത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വെട്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പുഷ്പ 2 മാത്രമായിരിക്കും എന്നുള്ളത്. അത് നടന്നിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ഇറങ്ങുന്ന മലക്കോട്ട വാലിബനാണ് 5.85 കോടി. പിന്നെ ആടുജീവിതമാണ് 5.83 കോടി. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ് 5.80 കോടിയായിട്ട്. പിന്നെ തെലുങ്ക് പടങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോഴും ഏറ്റവും ഫസ്റ്റിൽ പുഷ്പ 2 ദ റൂൾ ആയിട്ടുണ്ട് 6.35 കോടിയായിട്ട്. 2ാം സ്ഥാനത്ത് ബാഹുബലി 2 ആണ് 5.45 കോടിയായിട്ട്. 7 വർഷമായിട്ട് അതിൻ്റെ റെക്കോർഡാരും തകർത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ പുഷ്പ 2 തകർത്തിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് സെലാറാണ് 4.65 കോടിയായിട്ട്. 4ാം സ്ഥാനത്ത് RRR ആണ് 4 കോടിയായിട്ട്. 5ാം സ്ഥാനത്ത് കൽക്കി 2098 AD ആണ് 2.86 കോടിയായിട്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഫസ്റ്റ് ഡേയിൽ ലീവ് ആണ് 12 കോടി. 2ാം സ്ഥാനത്ത് KGF 2 ആണ് 7.25 കോടി. 3ാം സ്ഥാനത്ത് ഒടിയനാണ് 6.76 കോടി. 4ാം സ്ഥാനത്ത് ബീസ്റ്റാണ് 6.6 കോടിയായിട്ട്. 5ാം സ്ഥാനത്താണ് പുഷ്പ 2 എടുക്കുന്നത് 6.35 കോടിയായിട്ട്. പിന്നെ 6ാം സ്ഥാനത്ത് മരക്കാർ 6.27 കോടി. പിന്നെ 7-8
ടർബോ ഭീഷ്മപർവം 6.15 കോടിയായിട്ട്, പിന്നെ സർക്കാർ 6.05 കോടിയായിട്ട്, പിന്നെ ജയിലർ മലയക്കോട്ട വാലിബൻ 5.85 കോടി. എന്തായാലും ഫസ്റ്റ് ഡേയിൽ 294 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഏറ്റവും ടോപ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു ബാഹുബലി 2 ആയിട്ടായിരുന്നു. അതിൻ്റെ കളക്ഷൻ വെട്ടിച്ചിട്ട് അതിനായിട്ട് എത്ര അപ്പുറം കളക്ഷനാണ് നേടിയിട്ടുള്ളത്. ഈ റെക്കോർഡ് തകർക്കാൻ എത്ര ടൈം പിടിക്കുന്നുള്ള എന്തായാലും നോക്കി നോക്കാം. ഇന്ത്യൻ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേയിൽ കളക്ഷൻ നേടിയ പടം ഇതായിട്ടുണ്ട്, പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊണ്ട് ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.